ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനൊരു ദീപാവലി തീമിൽ ഒന്ന് ഡ്രോയിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ പാറ്റേൺ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലോട്ടസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ വരയ്ക്കാനായിട്ട്. ഞാനും ഒരുപാടൊന്നും ഭയങ്കരമായിട്ട് വരയ്ക്കുന്ന ആളൊന്നുമല്ല, ചെറുതായിട്ട് കുട്ടികളുടെ പോലെയൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വരച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക. ആ പെൻസിലിൻ്റെ ഡാർക്ക്നെസ് ഒന്ന് മാറാനാണ് കേട്ടോ. അതിനുശേഷം മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് കുറച്ച് വട്ടം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതങ്ങ് കീറിയെടുത്തതിന് ശേഷം അതിൻ്റെ ഗമ്മൊന്ന് കുറച്ച് കളഞ്ഞിട്ട് ആ റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് മുകളിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം റൗണ്ടുകൾ പല പല ഷേപ്പിൽ നമ്മൾ വരച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഓയിൽ പേസ്റ്റൽസ് ആണ്. ഓയിൽ പേസ്റ്റൽസ് എടുത്ത് കളർ കൊടുക്കുകയാണ്. താഴെ നമ്മളൊരു ഡാർക്ക് ബ്ലൂ ഒരു ലൈൻ ഇങ്ങനെ ഇത് കൊടുത്തു. പിന്നെ അതിൻ്റെ കുറച്ച് ലൈറ്റായിട്ടുള്ളത് ഇത്രയും കളറ് ഇത്രയും ഭാഗത്ത് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ പേസ്റ്റൽസ് ഞാൻ അധികം പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അധികം ഞാൻ അക്രിലിക് പെയിൻറ്റ്സ് ആണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഓയിൽ പേസ്റ്റൽസ് ഇപ്പോൾ അധികം ചെയ്തിട്ടില്ല. ഇതാണ് ഇത്രയും വലിയ ക്യാൻവാസിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു കളറാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു പർപ്പിൾ പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു പിക്ചർ പോർട്രേറ്റ് പോലത്തെ ഒരു പിക്ചർ ആക്രിലിക് കൊണ്ട് ചെയ്തത് കണ്ടിട്ട് ഞാനത് ക്രയോൺസ് വെച്ച് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ വെച്ച് സ്മഡ്ജ് ചെയ്യാൻ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഈ ബഡ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമ്മുടെ ക്യാൻഡിലൊന്ന് ഈ ഒരു പിങ്ക് കളറാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യം. അപ്പോൾ ഒരു പിങ്ക് കളർ ഇങ്ങനെ അങ്ങ് കൊടുത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് പിങ്കായിട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് പിങ്ക് കൊടുത്ത് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മളൊരു ഓറഞ്ച് കളർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഓറഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കൊടുത്ത് ഈ ഒരു ഭാഗത്തും അതുപോലെ മുകളിലത്തെ ഒരു റൗണ്ട് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കൊടുത്ത് ഫില്ല് ചെയ്ത് ഇതേപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് അതും ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതിന് മുകളിൽ വീണ്ടും ഒരു ഡാർക്ക് ഓറഞ്ച് വെച്ചിട്ട് ഞാൻ ഈ ഒരു കേവ് പോലെ നമ്മൾ വരച്ചില്ലേ അവിടെയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ സൈഡിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ കുറച്ച് ബ്രൗണും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഇതുകൊണ്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഭംഗിയാവുന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അക്രിലിക് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ ഒരു ഓയിൽ പേസ്റ്റൽസ് ചെയ്യുന്നത്. ഞാൻ കുട്ടി ഇതുകളാണ് ഓയിൽ പേസ്റ്റൽസ് വെച്ച് ചെയ്തിട്ടുള്ളൂ, മോനൊക്കെ വേണ്ടി സ്കൂളിലേക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം ലോട്ടസിൽ ഒരു യെല്ലോ കളർ സെൻറ്ററിൽ കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് ലോട്ടസ് പെറ്റൽസ് നമ്മൾ ഡാർക്ക് പിങ്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ ഒന്നുകൂടെ ആ ഡാർക്ക് പിങ്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തു. പിന്നെ ലൈറ്റ് പിങ്ക് വെച്ചിട്ട് ചെറുതായിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ ലൈൻസ് പോലെ അങ്ങ് വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ലോട്ടസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ബഡ്സ് വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അപ്പുറത്തും ഒരു ലോട്ടസ് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്രയും കൂടെ ഡാർക്കായിട്ട് വന്നിട്ടില്ല. പിക്ചറിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗിയില്ല കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു മാസ്കിങ് ടേപ്പ് വെച്ചൊക്കെ ഒന്ന് ഊരിക്കളയാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഓയിൽ പേസ്റ്റൽസ് അത്രയും കൂടെ എനിക്ക് വർക്കാവുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഇനി ഉള്ള വർക്കുകളൊക്കെ നമ്മുടെ ഈ ഒരു ആക്രിലിക്കിലേക്ക് തന്നെ കടന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തു. പിന്നെ ആ ഡോട്ടുകളിലൊക്കെ കുറച്ച് വൈറ്റ് ഇട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ പെർഫെക്ഷൻസ് കുറച്ച് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടി ഒരു പെന്നിൻ്റെ ബാക്ക് എടുത്തിട്ട് വലുതും ചെറുതുമായിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ആ വൈറ്റിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് കളേഴ്സും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി കേട്ടോ. ഈ കളേഴ്സ് വൈറ്റ് തന്നെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോഴാണ് ഓർത്തത് നമ്മുടെ ദിയയുടെ മുകളിലത്തെ ലൈറ്റ് നമ്മൾ കത്തിച്ചില്ല, അപ്പോൾ അതൊന്നും ചെയ്യണ്ട. അപ്പോൾ അതിന് ഒരു ഡാർക്ക് ഓറഞ്ച് എടുത്തിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ലൈറ്റ് യെല്ലോ എടുത്തിട്ട് സൈഡിലൊക്കെ കൊടുത്തു, ഒന്ന് സ്മഡ്ജ് ചെയ്തു. അതുപോലെ സെൻറ്ററിൽ നമ്മളൊരു യെല്ലോ കൊടുത്തു. എന്നിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗം ഒരു ഓറഞ്ചും കൂടെ കൊടുത്ത് ഒരു ബ്രൗണും കൂടെ കൊടുത്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ദിയ ലൈറ്റ് ചെയ്ത പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ വൈറ്റ് കളറൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കളേഴ്സ് ഇങ്ങനെ കൊടുത്തു കേട്ടോ. ഭംഗിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്തത്, പക്ഷെ അത്ര ഭംഗിയായില്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ലോട്ടസ് അവിടെ കളറായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഡാർക്ക് പിങ്ക് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ആക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം ലൈറ്റ് പിങ്ക് യൂസ് ചെയ്തിട്ട്
ഒന്ന് ഷെയ്ഡ് ചെയ്തും കൊടുത്തു. അപ്പോൾ ഇതാ നല്ല ബ്രൈറ്റ് ആയില്ലേ. ഇനി ഇതാ ഇതേപോലൊരു വെള്ളത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റും ബ്ലാക്കും ഓയിൽ പേസ്റ്റൽസ് എടുത്തിട്ട് ഇതേപോലെ അങ്ങ് ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുഴപ്പമില്ല തോന്നുന്നു. ഏകദേശം കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല തോന്നുന്നു കേട്ടോ. എന്നാലും ഫസ്റ്റ് ട്രയലല്ലേ ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട്, അപ്പോൾ അതെനിക്ക് കുഴപ്പമില്ല തോന്നുന്നു. അപ്പോൾ ഞാനിതുപോലെ ഓയിൽ പേസ്റ്റൽസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കും എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.